ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹറിന് പരോള് കിട്ടിയതിനു ശേഷം മനോഹർ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങിയ മനോഹർ ലോകം മൊത്തം ഇങ്ങനെ ചുറ്റി നോക്കാട്ടെ, തന്റെ മൊത്തമുള്ള പരിസരമൊക്കെ ശരിക്കും നോക്കാണ്. കുറെ നാളെ ശേഷം പുറത്തേക്ക് ഇറങ്ങണത്. അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ്, ആദ്യം തന്നെ എനിക്ക് എന്റെ മോളെ കാണണം. കുറെ നാളെ എന്റെ മോളെ കണ്ടിട്ട് അവളെ കണ്ട് എടുക്കണം, അവളെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കണം. അതിനൊക്കെ സാധിക്കുമോ എന്തോ. പക്ഷെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഇറങ്ങിയത് തന്നെ എന്റെ മോളെ കാണാൻ വേണ്ടി. ഈ പോണ പരോളിനുള്ള ദിവസങ്ങളെല്ലാം തന്നെ എന്റെ മോളെ കണ്ടുകൊണ്ട് എനിക്ക് പരോളിന്റെ ദിവസങ്ങൾ തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹർ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ശേഷം മനോഹർ നേരെ പോണത് സരിയുവിന്റെ വീട്ടിൽ, അതായത് ഷാരിയും സരിയൊക്കെ നിന്ന വീട്ടിലേക്കാണ് ആദ്യം പോണത്. അപ്പൊ അവിടേക്ക് പോകുമ്പോഴേക്കും അവിടെ ലോക്ക് ഇട്ടിരിക്കുക കേട്ടോ. ഓ, പറഞ്ഞ പോലെ ഇവരിപ്പോ ഇവിടെ എല്ലായിരിക്കും നിക്കണത്. താരയുടെ കൂടെ ആയിരിക്കും സരിയും നിക്കണത്. അപ്പൊ ഷാരിയോ കിരണിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരിക്കും. എന്തായാലും ആന്റി അവിടെയും സരിയും താരാന്റിയുടെ കൂടെ ആയിരിക്കും നിക്കണത്. അപ്പൊ മോൾ എവിടെയായിരിക്കും? ഈശ്വര, എന്റെ മോൾ ഇപ്പൊ ആരുടെ കൂടെ ആയിരിക്കും? ഇനി കിരൺ സാറിന്റെ കൂടെ ആയിരിക്കും. കിരൺ സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ മനോഹർ വിചാരിക്കാണ്. തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മനോഹർ മൊബൈൽ ഉപയോഗിച്ചിട്ട് കിരണിനെ വിളിക്കാട്ടോ. അപ്പൊ കിരൺ ഫോൺ എടുക്കണ്ട്. ഹലോ എന്ന് പറയുമ്പോഴേക്കും, കിരൺ സാറേ, ഇത് ഞാനാ മനോഹർ. മനോഹറോ, നീ ഇതെവിടെയാ? സാറേ, എനിക്ക് പരോള് കിട്ടി. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി. എന്റെ മോളെ കാണണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മോള് സാറിന്റെ കൂടെയാണോ സാറേ എന്ന് ചോദിക്കാണ്. എടാ, മോളിപ്പോ എന്റെ കൂടെ അല്ല, അമ്മയുടെ അച്ഛന്റെ കൂടെയാണ്. ഇവിടെ കാർത്തികയുടെ വിവാഹമാണ്, കല്യാണിയുടെ ചേച്ചി. ആണോ? അതിന്റെ തിരക്കിലായോണ്ട് ഇവിടെ മോള് എന്റെ കുഞ്ഞും സരുവിന്റെ കുഞ്ഞെല്ലാം തന്നെ അമ്മയുടെ കൂടെ ആണോ? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവും, അവിടെ ഷാരി ആന്റി ഉണ്ട് എന്ന് പറയാണ്. ആണോ? എനിക്കൊന്ന് കുഞ്ഞിനെ കാണുമായിരുന്നു. നീ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ്, ഇപ്പോ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകണ്ട. ഒരു സാഹചര്യവും സന്ദർഭവും ഒക്കെ വരട്ടെ, ഞാനും കല്യാണി നിന്നെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിക്കാം. ഇപ്പൊ തിരക്കാടാ, മറ്റന്നാളാ കല്യാണം എന്ന് പറയണം. കിരൺ സാറേ, എന്റെ മോളെ കാണാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് ഞാൻ ഓടി ആദ്യം വന്നത് ഇവിടേക്കാ. ഞാനൊന്ന് എന്റെ മോളെ കാണണം സാറേ, എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കിത്താ സാറേ. സാറിന്റെ അമ്മയുടെ തച്ചിട്ട് ഒന്ന് പുറത്തിറക്കിയിട്ടൊന്ന് കുഞ്ഞിനെ കാണിക്കാനെങ്കിലും പറയാവോ എന്ന് ചോദിക്കുകയാണ്. എടാ, നീ ഫോൺ വെക്ക്, ഞാൻ ചോദിച്ചു നോക്കാം എന്ന് കിരൺ പറയാണ്. ശേഷം കിരൺ നമ്മുടെ രൂപേനെ വിളിക്കണം കേട്ടോ. ഹലോ അമ്മേ. പറ മോനെ. അല്ല, കൺമണി മോളും അതുപോലെ തന്നെ കല്ലുമോനും എന്തെയാ? രണ്ടുപേരും നല്ല കളിയാടാ. അല്ല, നീ ഇതെന്താ തിരക്കിലല്ലേ? നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കാണ്. അമ്മേ, ഞാനിവിടെ തന്നെ ഉണ്ട്, ഓരോരോ തിരക്കിലാ അമ്മേ. ഞങ്ങൾ രാത്രി അങ്ങോട്ട് വരാൻ വേണ്ടി നിക്കുവാണ്. അത് മതി അമ്മേ. അല്ല, കൺമണി മോള് അവിടെ അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ അമ്മേ. പിന്നെ ഷാരി ആന്റി അമ്മയുടെ അടുത്തുണ്ടോ? ഉണ്ട്. എന്താടാ? അമ്മ കുറച്ചങ്ങോട്ട് മാറി നിൽക്കാവോ? ശരി എന്ന് പറയാണ്. എന്താടാ, എന്താ കാര്യം? അമ്മേ, മനോഹർ പരോളിന് ഇറങ്ങിയിട്ടുണ്ട്. ആണോ? എപ്പോ? ഇന്ന് രാവിലെ ഇറങ്ങിയുള്ളൂ. അവൻ ഇറങ്ങിയ പാടെ തന്നെ ആദ്യം പോയത് ആന്റിയും അതുപോലെ തന്നെ അങ്കിളൊക്കെ നേരത്തെ നിന്ന് ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീടില്ലേ, അവിടെ പൂട്ടിക്കിടക്കണ കണ്ടിട്ടാ എന്നെ അവൻ വിളിച്ചത്. വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട്, ഫോണിലാ വിളിച്ചത്. അവന് കൺമണിമോളെ കാണണമെന്ന്. എടാ, ഇപ്പൊ അത് പറ്റില്ലടാ എന്ന് പറഞ്ഞ അമ്മ. അവൻ അത്രമാത്രം ആഗ്രഹിച്ചാ വിളിച്ചത്. അവൻ ഈ പരോളിൽ ഇറങ്ങി തന്നെ മോളെ കാണാൻ വേണ്ട. എടാ, എല്ലാം ശരിയാണ്, പക്ഷെ ഇപ്പൊ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. മാത്രല്ല, മോളെയും കൂട്ടിക്കൊണ്ട് ഷാരിയും സരിയും കൂടി പുറത്തു പോകാൻ വേണ്ടി നിൽക്കാണ്. ഇന്ന് അവൾക്ക് സാലറി കിട്ടിയ ദിവസമല്ലേ? ഞാനത് മറന്നു. സാലറി കിട്ടുന്ന ദിവസം അവളുടെ അടുത്തായിരിക്കുമല്ലോ മോള്. അവള് ഇപ്പൊ വരും. അവരിപ്പോ പുറത്തേക്ക് പോയി കണ്ടു, പിന്നെ രാത്രിയേ വരുള്ളൂ. ചിലപ്പോ ഇന്ന് വന്നില്ലെന്നും വരും. ആണോ? ഇനിയിപ്പോ അവനോട് എന്താ പറയാ? അവനോട് നാളെ എങ്ങാനും സാഹചര്യം അനുസരിച്ച് നോക്കാന്ന് പറ. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കിരൺ. ശേഷം മനോഹറിനെ വിളിക്കണ്ട്. ഹലോ സാറേ, എന്തായി സാറേ, എന്റെ മോളെ കാണാൻ പറ്റുമോ? എടാ, ഇപ്പൊ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ സാറേ? അത് സരിയും ഷാരിയും കൂടിയിട്ട് ഷാരി ആന്റിയും കൂടി പുറത്തു പോകാൻ നിക്കാം, മോളെയും കൂട്ടിക്കൊണ്ട്. അവര് പുറത്തു പോകാൻ നിൽക്കാണോ? അപ്പൊ അവരിപ്പോ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടടാ. അവരിന്ന് സരിയുടെ സാലറി കിട്ടിയ ദിവസമല്ലേ? സാലറി കിട്ടിയ ദിവസം അവൾ അങ്ങനെയാ മോളെയും അതുപോലെ തന്നെ ഷാരിയെ കൊണ്ട് പുറത്തേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ആകുമ്പോഴാ തിരിച്ചു വരാ. ചിലപ്പോൾ വന്നില്ലെന്നും വരും. താരാന്റിയുടെ കൂടെയായിരിക്കും ചിലപ്പോ ഇന്ന്. എന്നിട്ട് നാളെ കുഞ്ഞിനെ കൊണ്ടേ ആക്കുള്ളൂ. അയ്യോ സാറേ, അവരിപ്പോ പുറത്തു പോവാൻ നിൽക്കാല്ലേ, കടയിലേക്ക് ആയിരിക്കും പോണല്ലേ? എടാ, വെറുതെ സരിയുടെ കൺമുമ്പിൽ പോയി പെടണ്ട കേട്ടോ. എനിക്ക് കുഞ്ഞെ കാണണം, അതുകൊണ്ടിട്ടാണ്. എടാ, വെറുതെ റിസ്ക് എടുക്കരുത്. അവളെങ്ങനെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അവള് മാനസികത ശരിയായെന്ന് പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് അവൾക്ക് അബ്നോർമലായിട്ട് പെരുമാറുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേണ്ടടാ, ശരിയാവില്ല, നീ ഒന്നൊരു ദിവസം ക്ഷമിക്കേ എന്നൊക്കെ പറയാണ്. അത് പിന്നെ എടാ, ഒരു ദിവസം ക്ഷമിക്കടാ, ഞാനല്ലേ പറയണത്. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് മനോഹർ ഫോൺ വെക്കാണ്. പക്ഷെ മനോഹറിന് ഇരിക്കാനും വയ്യ, നിൽക്കാനും പറ്റാത്ത അവസ്ഥ. എങ്ങനെയെങ്കിലൊക്കെ കുഞ്ഞിനെ കാണണം. അതിനുവേണ്ടി മനോഹർ പമ്മി നിൽക്കാട്ടോ. ഷാരിയും അതായത് രൂപയുടെ വീട്ടിൽ ഇങ്ങനെ പമ്മി നിൽക്കാണ്. അവിടെ എവിടെയെങ്കിലൊക്കെ പമ്മി നിൽക്കുന്നുണ്ട്. ബൈക്കൊക്കെ എടുത്ത് ഹെൽമെറ്റ് ഒക്കെ വെച്ച് നിൽക്കാണ്. സരിയും ഷാരിയും പുറത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോകാൻ അവരുടെ പുറകെ പോയിട്ട് കുഞ്ഞിനൊന്ന് ശരിക്കും കാണാനായിട്ട്. അങ്ങനെ മനോഹർ ഇങ്ങനെ വിചാരിച്ച പോലെ തന്നെ ഷാരിയും സരിയും കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോകണം. അവർ നേരെ പോകുന്നത് ഒരു ഷോപ്പിലേക്കാട്ടോ, കുഞ്ഞിനെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ മനോഹറും അങ്ങോട്ടേക്ക് പോകുന്നത് എന്റെ കുഞ്ഞ് ഒരുപാട് വലുതായി, കുഞ്ഞിനിപ്പോ കണ്ടാല് പഴയ മുഖച്ചായൊക്കെ ശരിക്കും മാറി, ഇപ്പൊ തന്നെ പോലെ തന്നെ ഉണ്ടെന്ന് മനോഹറിനെ പോലും തോന്നുക കേട്ടോ. അങ്ങനെ
അങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പോ മനോഹർ ഭയങ്കര ആഗ്രഹം അവളെ ഒന്ന് എടുക്കണോന്ന്. പക്ഷെ കുഞ്ഞാണെങ്കിൽ സരയുവിന്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. ഈ കുഞ്ഞിനെ എങ്ങനെയൊന്നും എടുക്കാൻ പറ്റാ, അവളൊന്നും നിലത്ത് വെക്കുകയാണെങ്കിൽ ഓടിച്ചാടി എടുക്കായിരുന്നു എന്ന് വിചാരിക്കാണ്. അങ്ങനെ ഷാരി ഒരു കളിപ്പാട്ടം കാണിക്കണ്ട്. മോളെ ഇത് നോക്കിക്കേ, ഇത് കൺമണി മോൾക്ക് ഇല്ലാത്തൊരു കളിപ്പാട്ടമാണല്ലേ. ആ ശരിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് കൺമണി മോള് ജസ്റ്റ് നടുത്ത് തന്നെ ഇട്ടാണ് വെക്കണത്. എന്റെ കളിപ്പാട്ടം നോക്കുമ്പോഴേക്കും മനോഹർ ഓടിപ്പോയിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ചാടി എടുക്കാട്ടോ. പെട്ടെന്ന് സരയു നോക്കുമ്പോൾ കുഞ്ഞിനെ കാണില്ല. അപ്പോഴേക്കും മനോഹർ ആ കുഞ്ഞിനെ കൊണ്ട് ഓടിപ്പോകാണ്. മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ വെച്ച് ഓടിപ്പോവാണ്. അപ്പോഴേക്കും സരയു അത് കാണുന്നുണ്ട്. സരയു അയ്യോ അമ്മ ഇതേ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. സരയും നാട്ടുകാരൊക്കെ പുറകെ പോവാണ്. ശേഷം കുഞ്ഞിനെ എങ്ങനെയൊക്കെയോ മേടിച്ച് സരുവിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ശേഷം സരയു ദേഷ്യം കൊണ്ടിരിക്കട്ടെ. ഓഹോ അപ്പം പരോളിൽ ഇറങ്ങിയല്ലേ. അച്ഛനെ കഴിഞ്ഞ ആഴ്ച കാണാൻ പോയില്ല, അതുകൊണ്ടാ ഈ വിവരം ഒന്നും അറിയാതിരുന്നത്. അച്ഛനെ കാണാൻ പോയിരുന്നെങ്കിൽ നേരത്തെ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യായിരുന്നു. അവനെ ധൈര്യം കണ്ടില്ലേ, എന്റെ കൺമുമ്പിൽ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയിരിക്കുന്നത്. മോളെ വിട് മോളെ, കുഞ്ഞിനെ പുറത്തൊന്നും ഇറക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, അവനെ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. മോൾ എന്ത് ചെയ്യാൻ പോവാ? അത് അമ്മക്കറിയില്ലേ, അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകും. ഞാൻ കാത്തിരുന്ന ദിവസമാണ് വന്നിരിക്കുന്നത്. അമ്മ ഒന്ന് പൊയ്ക്കേ, വീട്ടിലേക്ക് പൊയ്ക്കേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടണം. അങ്ങനെ ഷാരി കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് പോകണം. സരിയു അവിടെ നേരെ പോണ ഗുണ്ടകളുടെ അടുത്തേക്കാട്ടോ. ശേഷം ഗുണ്ടകൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ട്, മനോഹറിന്റെ ഫോട്ടോ കാണിച്ച് പറയുന്നുണ്ട്, ഇവനാണ് മനോഹർ, ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ച് അവരുടെ ജീവിതം തകർത്ത ഒരുത്തനാണ്. എന്റെ ജീവിതം തകർത്തു, ഇപ്പൊ എന്റെ കുഞ്ഞിനെ അന്വേഷിച്ച ഇവൻ വന്നത്. എന്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക ഇവൻ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഇവനെ തീർക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത പൈസ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയുമ്പോഴേക്കും മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇവനല്ലേ, ഇവന് നിസ്സാരമായിട്ട് എനിക്ക് തീർക്കാം. കണ്ടാൽ തന്നെ അറിയാം തല്ലുകൊള്ളാനുള്ള ആരോഗ്യമേ ഉള്ളൂ, തല്ലാനുള്ള ആരോഗ്യം ഇല്ലെന്ന്. ഇവനെ ഞങ്ങൾ എന്തായാലും തീർത്തോളാം മേഡം എന്ന് പറയാണ്. അതെ, നിങ്ങളെ പോലെ കുറെ പേര് വന്നതാണ് അവനെ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്റെ അടുത്തൊന്നും എന്റെ അച്ഛനടുത്തൊന്നും ഒരുപാട് പൈസ മേടിച്ചാണ്. പക്ഷെ അവനെ കൊല്ലാനൊന്നും സാധിച്ചിട്ടില്ല. നിങ്ങൾക്കത് സാധിക്കണമെന്നുണ്ടെങ്കിലേ കൊന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അവന്റെ ഫോട്ടോയും കൂടി കാണിച്ച് ഞാൻ ചത്തെടുക്കണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. കേട്ടല്ലോ? ശരി മേഡം അവൻ എപ്പോ ചത്തെന്ന് ഓർത്താൽ മതി. ഇതുപോലത്തെ വർത്താനം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ സരിയു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗുണ്ടകൾ കറക്റ്റ് ആയിട്ട് മനോഹറിനെ കണ്ടുപിടിക്കുന്നുണ്ട്. മനോഹർ ഇങ്ങനെ പുറത്തു പോണ സമയത്താണ് മനോഹറിനെ കണ്ടുപിടിക്കുക. മനോഹറിനെ രണ്ട് ഗുണ്ടകളുടെ നടു റോട്ടിലിട്ട് ചവിട്ടി കൂട്ടുവാണ്. അതിനുശേഷം ഒരു ഗുണ്ട മനോഹറിന്റെ കൈ രണ്ടും പിടിച്ച് ബാക്കിലേക്ക് കെട്ടിയിടാണ്. അതായത് ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. മറ്റേ ഗുണ്ടെടുത്ത് പറയുന്നുണ്ട്, കുത്തിക്കോ ഇനിയിപ്പോ നോക്കി നിൽക്കണ്ട എന്ന് പറയണം. അങ്ങനെ ആ ഗുണ്ട എന്താ വെച്ചാല് അവന്റെ കൈ പിടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ കത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ കുത്തുന്ന ഭാഗം എന്നെ കാണിക്കുന്നുണ്ടെങ്കിലും അത് കുത്തുകൊള്ളൂന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം മനോഹർ ഇപ്പോഴൊന്നും മരിക്കില്ലായിരിക്കും. മനോഹറിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ ആര് വരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം വരുന്നത് വേറെ ആരുമല്ല, ഒന്നില്ലെങ്കിൽ കിരൺ ആയിരിക്കും. കിരണിന്റെ കൂടെ ആരുണ്ടാവും? വേലു ഉണ്ടാവും. കിരണും വേലും കൂടിയിട്ടായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അത് ഉറപ്പാണല്ലോ. വേലു ആണെങ്കിൽ കത്തി എറിയാനൊക്കെ, ദൂരത്തുനിന്ന് കത്തി എറിയാനൊക്കെ ഭയങ്കര കഴിവാണല്ലോ. അപ്പൊ അങ്ങനെ എന്തിനൊക്കെ തന്നെയൊക്കെ അവിടെ നടക്കുന്നുണ്ടാകാം. മാത്രമല്ല ഷാരി വീട്ടിൽ പോയ സ്ഥിതിക്ക് കിരണിനോട് ഇത് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഇവർ വന്നിട്ടുണ്ടെന്ന്, മനോഹർ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും സരിയു കൊല്ലാൻ വേണ്ടി ആളെ പുറപ്പെട്ടിരിപ്പിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ തന്നെ ഷാരി പറയുമ്പോൾ തന്നെ കിരൺ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കിരണും വേലും തന്നെയാണ് രക്ഷിക്കുന്നുണ്ടാവുക. കാരണം അത് പറയാൻ കാരണം ഈ മനോഹർ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഈ കിരണിന്റെ കൂടെ വേലുള്ള ഒരു പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇവർ രണ്ടും കൂടി ആയിരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.